നീ എന്നെ കൊണ്ട് അടുത്ത് കൊണ്ടുവരടി, കുറച്ച് ദൂരെ കൊണ്ട് വന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ഹലോ ഗൈസ്, ഇന്ന് ഞാനാണ് പാചകം ഉണ്ടാക്കാൻ പോകുന്നത്. കറി മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് മുട്ട കുരുമ ഉണ്ടാക്കണം. മുട്ട കുരുമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്നാലും യൂട്യൂബ് കണ്ടേ ഉള്ളൂ, അത് കണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകണം. ഫുള്ളായിരിക്കും. ആദ്യം നമുക്ക് തേങ്ങ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തൊന്ന് അരയ്ക്കാം. അത് തേങ്ങ വെച്ചിട്ടുണ്ട്. നീ അടുത്ത് പെരിഞ്ചീരകവും നിങ്ങൾക്ക് എരിവ് പോലത്തെ ആവശ്യമുള്ള ഉണക്കമുളക്, പച്ചമുളക്, അടുത്ത കപ്പലുണ്ട്, ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടാകും. ഇനി അടുത്ത് നമുക്ക് അരയ്ക്കണം. നമ്മൾ അരച്ചിട്ടുണ്ട്. ഈ പേസ്റ്റ് നന്നായി. ഇനി നമുക്കടുത്ത് കറി ഉണ്ടാക്കാം. ഓക്കെ, ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ചേർത്ത് വരാം. ഒന്ന് ഹീറ്റാണ് കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നമുക്കിനി തക്കാളി ഇടാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം, മല്ലിയില തിളച്ചാൽ നോക്കാം. തിളച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ച പേസ്റ്റ് നമുക്കത് ഇടാം. ചെറിയ മസാല വരാത്തുള്ളൂ. ഒരു 5 മിനിറ്റ് തിളക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ ആട്ടാ സെറ്റ്. ഈ കോളിഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ ഫ്രൈ ഇടായിരുന്നു കേട്ടോ. സെറ്റായിട്ട് ഇരുന്നേനെ, മനസ്സിലായേ? കോളിഫ്ലവറാ ഉണ്ടായിരുന്നെങ്കിൽ ഫ്രൈ ഇടായിരുന്നു. അതൊരു കറിയായിട്ട് വരുമായിരുന്നു. പക്ഷേ നമുക്കതെല്ലാം ആവശ്യം. നമുക്ക് മുട്ടക്കറി, മുട്ടക്കുരുമ, അതാണ് ആവശ്യം. മുട്ടക്കുരുമ അതാണ് ആവശ്യം. അതാണ് നമുക്ക് വേണം. മുട്ടാണ് നമുക്ക് വേണം. മുട്ട, നമുക്ക് ഈ മുട്ട, ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് ഇതിൽ ഒഴിക്കണം. ഓക്കെ, പോയല്ലേ, പെട്ടെന്ന് നടക്കണം, ഈ പണിയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്നലെ കണ്ട വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് കഴിച്ചിട്ടൊക്കെ കാണണമെന്നൊക്കെ വന്നാ അണ്ണ അങ്ങനല്ലല്ലോ, അണ്ണ അങ്ങനെ പറഞ്ഞത് പറഞ്ഞവര്. ഓക്കെ കേട്ടോ. പക്ഷെ ഞാൻ കണ്ട വീഡിയോ അല്ലേ ബാബ, കാര്യം പറയടാ. ഞാൻ ഇന്നലെ കണ്ട വീഡിയോ അല്ലേ, എന്നെ കാണിക്കും. കുറച്ച് ബാക്കിൽ പോകും. അടുത്ത് കൊണ്ടുവന്നല്ലേ ഒരുമാതിരി ഇരിക്കും. ഞാൻ കാണുമ്പോ പോകുമ്പോ ഇത്തിരി കുഴപ്പമില്ല, ഒരു വിധം കാണാനും കൊള്ളാം. ദൂരെ പോകുമ്പോ ഒരു വിധം ഇങ്ങനെ കാണാൻ പറ്റും മുഖം. നീ അടുത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചാ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എന്താന്ന് പറയാം, കുറെ ദിവസം കൊണ്ട് ഞാൻ ഞാൻ ഇന്നലെ കണ്ട വീഡിയോ അല്ലേടേ, കളറ് നല്ല മഞ്ഞ കളറായിരുന്നു, നല്ല കുറുമ. ഞാൻ ഇട്ടത് ചുവപ്പായിരിക്കും. വീഡിയോയില് മഞ്ഞയായിട്ടാണ് കാണിക്കണ. പക്ഷെ എനിക്കിത് ചുവപ്പായിട്ടാണ് പറഞ്ഞത് കണ്ട. അപ്പൊ അതായിരിക്കും അങ്ങനെ ഉണ്ടാക്കിയപ്പോ ചുവപ്പായിരിക്കും കണ്ട. വീടിലാവും മഞ്ഞയായിരിക്കും വന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബില് കാണാൻ അടിപൊളി കീടലായിട്ടാണ് ഉണ്ടാക്കിയത്. അതേപോലെ വന്നിട്ടും ഉണ്ട്. എന്നെ കുറ്റം കാണാൻ പറ്റില്ലല്ലോ, അതേപോലെ വന്നിട്ടുണ്ട് സാധനം. അങ്ങനെ മതി കേട്ടാ, പൊട്ടിപ്പോ മതി. ഇതിന്റെ അമ്മ ഒരു വര അടിക്കാൻ സമ്മതിക്കണ്ടേ? ഞാൻ എന്തിനു ചെറിയൊരു വര മതി. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ ഇട്ട പോലെ ഞാൻ ഇട്ടത്. പക്ഷെ എനിക്ക് ഉപ്പ് ഒന്നും തോന്നിയില്ല. ഉപ്പ് എരിവ് ചില തോന്നി. പക്ഷെ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഒന്നും എനിക്ക് തോന്നിയില്ല. ആവശ്യമുള്ളവർക്ക് അപ്പോഴും ഇട്ടോണം കേട്ടോ. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഒരു കാര്യമില്ല. ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. തിളച്ചു, അവിടെ സെറ്റായിട്ടുണ്ട്.
തേങ്ങാപ്പാൽ ഒഴിക്കുക. ൂണായിരുന്നു ൂണാന്ന് അറിയാം. അപ്പുറം കഴിവ് അടച്ചു ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ കടത്തി ഇരിക്കട്ടെ. സംഭവം കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് എത്രത്തോളം കൊല്ലാൻ പറ്റുമോ അത്രയും കൊന്നു വച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴിച്ചു നോക്കാം. എന്നെ അവരെ ടെസ്റ്റ് ചെയ്യാൻ പറയരുത്. ഞാൻ കഴിച്ച ശേഷം അവരെ കഴിക്കുമോ? നീ എന്നെ കൊണ്ട് അടുത്ത് കൊണ്ടുവരണ്ടേ, കുറച്ച് ദൂരെ കൊണ്ടു എന്നാലും എന്നെ കാണാൻ പറ്റുള്ളൂ. ഓരോ ആൾ കൊണ്ടു അടുത്ത് കൊണ്ട് ഇങ്ങനെയാണ് കൊണ്ടുവന്നോ. എങ്ങനെയുണ്ട്? അടിപൊളി.